അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യാൻ ഫെഡറൽ സൈനികരെ നിയോഗിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ തെരുവിലിറങ്ങിയതോടെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ സംഘർഷം കടുത്തു. ഗതാഗതം തടസ്സപ്പെടുത്തുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്ത പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് കണ്ണീർവാതകവും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു. ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ മൂന്നാം ദിനമാണ് സംഘർഷമുണ്ടായത്. നഗരത്തിലേക്ക് 300ഓളം ഫെഡറൽ സൈനികർ എത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. നേരത്തെ പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്ത അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ച ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന്റെ പുറത്ത് നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം അവഗണിച്ചപ്പോഴാണ് പോലീസ് ഇവർക്കെതിരെ റബ്ബർ ബുള്ളറ്റുകൾ പ്രയോഗിച്ചത്. ഗതാഗത തടസ്സമുണ്ടാക്കിയ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നാടുകടത്താൻ കുടിയേറ്റകാര്യ വകുപ്പ് പാരാമൗണ്ടിൽ റെയ്ഡ് നടത്തിയതിനു പിന്നാലെ വെള്ളിയാഴ്ചയാണ് പ്രതിഷേധം ആരംഭിച്ചത്. അതിന് തടയിടുന്നതിൽ സംസ്ഥാനം ഭരിക്കുന്ന ഡെമോക്രാറ്റിക് സർക്കാരിന്റെ പിടിപ്പുകേടുണ്ടായെന്ന് വിമർശിച്ച് ട്രംപ് പ്രതിഷേധക്കാരെ നേരിടാൻ 2000ഓളം ഫെഡറൽ സൈനികരെ നിയോഗിക്കുകയായിരുന്നു. അതേസമയം നാഷണൽ ഗാർഡിനെ വിന്യസിച്ചത് സംഘർഷം രൂക്ഷമാക്കിയെന്നും ട്രംപ് ഭരണകൂടത്തിനെതിരെ സംസ്ഥാന കേസ് ഫയൽ ചെയ്യുമെന്നും കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം വ്യക്തമാക്കി. നഗരത്തിലെ സൈനിക വിന്യാസം സംസ്ഥാനത്തിന്റെ പരമാധികാരത്തിനു നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഫെഡറൽ സർക്കാർ നാഷണൽ ഗാർഡിനെ ഇറക്കി ജനങ്ങളെ ഭയപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതേസമയം പ്രതിഷേധം തുടർന്നാൽ തടയാനായി US സൈന്യത്തിന്റെ പ്രത്യേക ദൗത്യവിഭാഗമായ മറീനുകളെ കൂടി വിന്യസിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് മുന്നറിയിപ്പ് നൽകി. ഇതിനെ ഭ്രാന്തൻ തീരുമാനമെന്നാണ് ന്യൂസും വിശേഷിപ്പിച്ചത്. മാത്രമല്ല, വെള്ളിയാഴ്ച ലോസ് ഏഞ്ചൽസിലുടനീളം കുറഞ്ഞത് 44 പേരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് അശാന്തി പൊട്ടിപ്പുറപ്പെട്ടത്. ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ കണക്കനുസരിച്ച് ഏകദേശം 1000 പ്രകടനക്കാർ പിന്നീടൊരു ഫെഡറൽ സൗകര്യത്തിന് പുറത്ത് തടിച്ചുകൂടി. അവിടെ അവർ സ്വത്തുക്കൾ വികൃതമാക്കുകയും വാഹനങ്ങളുടെ ടയറുകൾ വെട്ടിമാറ്റുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. നാടുകടത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വിശാലമായ ദേശീയ ശ്രമത്തിന്റെ ഭാഗമായാണ് ലോസ് ഏഞ്ചൽസ് ഇമിഗ്രേഷൻ പ്രവർത്തനം. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ റെക്കോർഡ് അളവിൽ നീക്കം ചെയ്യുമെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രതിജ്ഞയെടുത്തിരുന്നു. വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധങ്ങളെ യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ നിയമങ്ങൾക്കും പരമാധികാരത്തിനും എതിരായ ഒരു കലാപമെന്ന് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ അപലപിച്ചിരുന്നു. റെക്കോർഡ് എണ്ണം രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിജ്ഞ അദ്ദേഹം ആവർത്തിച്ചു. പ്രതിദിനം കുറഞ്ഞത് 3000 ICE അറസ്റ്റുകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ശനിയാഴ്ചത്തെ സംഭവ വികാസങ്ങൾ ഫെഡറൽ അധികാരികളും പ്രാദേശിക ഉദ്യോഗസ്ഥരും തമ്മിലുള്ള രാഷ്ട്രീയ വിള്ളൽ കൂടുതൽ വഷളാക്കി. ICEയുടെ നടപടികളെ ശക്തമായി വിമർശിക്കുന്ന ലോസ് ഏഞ്ചലസ് മേയർ കാരൻ ബാസ് റെയ്ഡുകളെ അപലപിച്ചു. ഈ തന്ത്രങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ ഭീകരത വിതയ്ക്കുകയും നമ്മുടെ നഗരത്തിലെ സുരക്ഷയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കില്ല എന്നും അവർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ICE വിരുദ്ധ വികാരം വളർത്തുന്നുവെന്ന് ആരോപിച്ച് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് പ്രാദേശിക നേതാക്കളുടെ വിമർശനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ആധുനിക നാസി ഗെസ്റ്റപ്പോയുമായുള്ള താരതമ്യങ്ങൾ മുതൽ കലാപകാരികളെ മഹത്വപ്പെടുത്തുന്നതുവരെ ഈ സങ്കേത രാഷ്ട്രീയക്കാരുടെ അക്രമാസക്തമായ രീതികൾ അതിരുകടന്നതാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീഷ്യ മക്ലോഫ്ലിൻ വ്യക്തമാക്കിയതാണ്. ICEക്കെതിരായ ഈ അക്രമം അവസാനിപ്പിക്കണം. സാധ്യമായ ക്രിമിനൽ പെരുമാറ്റം തിരിച്ചറിയുന്നതിനായി US അറ്റോർണി ഓഫീസിന് സമീപമുള്ള പ്രതിഷേധങ്ങളിൽ നിന്നുള്ള തെളിവുകൾ അവലോകനം ചെയ്യുകയാണെന്നും FBI സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.